ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. യൂട്യൂബ് ചാനലുള്ള കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ രണ്ടാമത്തെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് വേറൊരാളും എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു. അപ്പം അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി, യൂട്യൂബിൽ ഇപ്പോൾ ആ ചാനൽ കാണിക്കുന്നില്ല, ആ ഇമെയിലേ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാ സംഭവം നമുക്ക് കാണിച്ചു തരാമേ. നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ എടുക്കുമ്പം അത് സൈൻ ഇൻ ചെയ്യാനാണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ചാനൽ തുടങ്ങിയിരിക്കുന്ന ഇമെയിൽ ID ആണ് അവർ കാണിക്കുന്നത്. ആ ഇമെയിലിൻ്റെ പാസ്വേഡാണ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിലവർ പറയുന്നത് 29 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും എന്നാണ് കേട്ടോ. മേൽനോട്ടമില്ലാതെ ഒരു ഗൂഗിൾ അക്കൗണ്ട് സ്വന്തമാക്കാനുള്ള പ്രായം നിങ്ങൾക്കില്ല എന്നാണ് അവര് പറയുന്നത്. ഇത് നമ്മൾ അക്കൗണ്ട് എടുത്ത സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ ഇവര് തന്നെ 3 ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഒന്നെങ്കിൽ ക്രോം വഴിയോ, അല്ലെങ്കിൽ സഫാരി, അല്ലെങ്കിൽ ഫയർഫോക്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി നമ്മുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക എന്നതാണ് അവർ പറയുന്ന ഓപ്ഷൻ കേട്ടോ. അതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാം എന്നാണ് കാണിക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്യാതെ നമ്മൾ എത്ര വട്ടം യൂട്യൂബ് വഴി ആയാലും ജിമെയിൽ വഴി ആയാലും നമ്മുടെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ നോക്കിയാലും ഈ ഓപ്ഷനിൽ തന്നെയാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ. അതുപോലെ വേറൊരു കാര്യത്തോടെ ഞാൻ പറയട്ടെ, നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഒരു ജിമെയിൽ കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. നമുക്ക് വേറെ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി ഇത് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തതിന് ശേഷം അവർ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മുകളിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ വെച്ചിട്ട് വേണം സൈൻ ഇൻ ചെയ്യാൻ. ഇനി ഇവിടെ മുകളിൽ കാണുന്ന സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഇമെയിൽ ID കൊടുക്കുക. ഇനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഇമെയിൽ ID പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അടുത്ത പേജിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്തിട്ട് ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് അവർ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് കൺഫേം മൈ ഏജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ നമ്മൾ യെസ് ഐ ആം 30+ കൊടുക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് പ്രൂഫ് കാണിക്കാനാണ് പറയുന്നത്. അതിൽ നമ്മുടെ പാസ്പോർട്ട്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഞാനിവിടെ പാൻ കാർഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തത്. ഇത് നെക്സ്റ്റ് കൊടുക്കുക. പെർമിഷനൊക്കെ അലോ കൊടുക്കാം. അലോ കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാമറ വഴിയോ അല്ലെങ്കിൽ ഫയൽ മാനേജറിൽ നിന്ന് നമുക്ക് ഫോട്ടോ ഇതിലേക്ക് എടുക്കാന്നാണ് പറയുന്നത്. പാൻ കാർഡിന്റെ ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണ് നമ്മൾ കൊടുക്കുന്ന പ്രൂഫ് എന്ന് വെച്ചാൽ അതിന്റെ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൂഫിന്റെ ഫോട്ടോ ക്ലിയർ ആയിരിക്കണം, 4 സൈഡും കിട്ടണം. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന സ്കാനർ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ അവര് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രൂഫ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ദിസ് ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം സൈൻ ഇൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ ഇവിടെ കാണിക്കും. അത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും. അവിടെ കൺട്രി സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് ഇൻബോക്സിൽ ഒരു കോഡ് വന്നിട്ടുണ്ടായിരിക്കും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഡ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഇവിടെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ആഡ് റിക്കവറി ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് യൂട്യൂബിലേക്ക് തിരിച്ചു പോകാം. യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ചാനൽ ഐക്കൺ എടുക്കുക. അവിടെ സൈൻ ഇൻ കൊടുക്കുക.
നമ്മുടെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.